കണ്ടോ അല്ലെ നരേന്ദ്രമോദി ആരാ ചോദിക്കാൻ? ഹൂ ദ ഹെൽ ഇസ് ഹി? ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെയ്യും. നിങ്ങൾക്കറിയോ ആരാന്ന് ഫസ്റ്റ് ടൈം MLA? നിങ്ങൾ അന്നേരം പറയും അമേഠിയിൽ തോറ്റ് രാഹുൽ സുരക്ഷിത മണ്ഡലമായ വയനാട്ടിലേക്കും പിന്നെ കോൺഗ്രസ് കോട്ടയായ റായ്ബറയിലേക്കും പോയത് പരാജയ ഭീതിയിലാണ്. മുഹമ്മദ്, എന്തുകൊണ്ട് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നില്ല? അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഞങ്ങക്ക് ഒരു പേടിയില്ല. രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ ഒരു വീടില്ല. രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ ഒരു വീടില്ല. കുടുതുണിക്ക് മറുതുണിയില്ലാതെ ഞാൻ മുംബൈ തെരുവുകളിൽ തേരാപ്പാര നടക്കുകയാണ്. ജയിച്ചാൽ വയനാടോ റായ്ബറയിലോ ഏത് നിലനിർത്തും എന്നുള്ളതായിരുന്നു ചോദ്യം. ഇതൊക്കെ അതിന്റെ ബാക്കിയുള്ള വിഷയങ്ങളാണ്. പക്ഷേ ഇതിന്റെ ചോദ്യത്തിന് നേരിട്ടുള്ള ഒരു ഉത്തരം നൽകൂ. കേട്ടോ, അപ്പൊ എല്ലാ സമയത്തും മുസ്ലിംസാണ് ഇപ്പം ഞങ്ങളെ വോട്ട് ബാങ്കാന്ന് ഈ OBCക്ക് ഒന്ന് നിങ്ങൾക്ക് ഹലോ ടെസ്റ്റിംഗ് ഇതൊക്കെയാണല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ഗാന്ധി റായ്ബറയിൽ മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ ആദ്യ ചോദ്യം ഈ നരേന്ദ്രമോദി മുസ്ലിങ്ങളെ അപമാനിച്ചു എന്നത് ചോദിക്കണമെങ്കിൽ അത് തമ്മിലൊരു ബന്ധം വേണ്ടേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആയിരുന്നു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ശ്രദ്ധിച്ച്. അമേഠി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോൾ ആ ഭീതിയിലാണോ റായ്ബറയിലേക്ക് വരുന്നത്? കണ്ടോ അല്ലെ നരേന്ദ്രമോദി ആരാ ചോദിക്കാൻ? ഹൂ ദ ഹെൽ ഇസ് ഹി? ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെയ്യും. നിങ്ങൾക്കറിയോ ആരാന്ന് മുഖ്യമന്ത്രി മധ്യപ്രദേശിന്റെ? ആരാണ് മുഖ്യമന്ത്രി രാജസ്ഥാന്റെ? ഫസ്റ്റ് ടൈം MLA. നിങ്ങൾ അന്നേരം പറയും ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായി. അമേഠിയിൽ ആരാ? സ്മൃതി ഇറാനി. ഷീസ് എ നോബഡി. ഞങ്ങൾക്ക് രാഹുൽജിക്ക് സ്മൃതി ഇറാനിയുടെ എതിരായിട്ട് മത്സരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അവിടെ പോവുകയും ചെയ്യും. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. മാഡം, വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ഇത്. വയനാട്ടിലെ വോട്ടർമാർ ചോദിക്കുന്ന ചോദ്യമാണ്. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ പറയുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവിടെ അനങ്ങാണ്ടിരിക്കണം. പുരുഷനാന്ന് വിചാരിച്ചിട്ട് എന്നെ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് ഞാൻ വിടുകയും ചെയ്യും. അവരൊന്നും പറഞ്ഞില്ല. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.